നമസ്കാരം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഒന്നിനു മുന്നിൽ വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിത്വത്തെ കണ്ടു. അറബി വേഷധാരിയാണ്, കൊല്ലം സ്വദേശിയാണ്. കൊല്ലത്തിൻ്റെ വേഷമല്ല ഇത്, ട്രഡീഷണൽ വേഷമല്ല, ഇത് അറബികളുടെ വേഷമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ കാര്യം? ഇത് നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു ഉത്സവമാണ്. ഇനി ഇതുപോലൊരു ഉത്സവം ഇനി 15 വർഷത്തിന് ശേഷമായിരിക്കും വീണ്ടും ഇവിടെ വരുന്നത്. ഒരുപക്ഷെ അന്ന് നമ്മളുണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ ഇവിടെ ആശ്രമത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും നമ്മൾ ഇതേപോലെ പ്രത്യക്ഷ വേഷത്തിൽ പങ്കെടുക്കാറുണ്ട്. നമ്മളിവിടെ ആശ്രമത്തിൽ നമ്മളോട് ക്ലബ്ബുള്ളതാണ്. എൻ്റെ ക്ലബിൻ്റെ പേര് ജസ്റ്റ് മൂവ് ക്ലബ്ബ് എന്നാണ് എൻ്റെ പേര്. റണ്ണിങ്ങും മാരത്തോണൊക്കെ നമ്മൾ ശരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാ മാരത്തോണും. പിന്നെ ഞാൻ സൈക്ലിംഗ് ആണ്. നമ്മളെ ബോഡി ഷേപ്പ് കണ്ടാൽ അറിയാം, നമ്മൾ മാര നടക്കുന്നതൊന്നുമില്ല, സൈക്ലിംഗ് ആണ്. വേറെ ഇങ്ങനെ ഒരു വേഷം ധരിച്ച് ഇത്തരത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്ന ഒരു കലോത്സവ വേദിക്ക് മുന്നിൽ വന്ന് നിൽക്കാനുള്ള കാരണം നമ്മുടെ ഇതിനെ ഒരു മോടി കൂട്ടുക എന്നുള്ളതാണ്. ഈ ഉത്സവം ഒന്ന് എല്ലാവരും എല്ലാം കാണാനും കേൾക്കാനും ആണല്ലോ വരുന്നത്. എല്ലാം ഇതിപ്പോൾ കലോത്സവം എന്ന് പറയുമ്പം ഈ സ്കൂൾ പരിപാടികൾ മാത്രമല്ല, എല്ലാം കാണണം, എല്ലാവരെയും കാണണം, എല്ലാം അറിയണം, കൊല്ലത്തിൻ്റെ പ്രത്യേകതകൾ അറിയണം ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് പറ്റിയെന്ന് വരത്തില്ല. കൊല്ലം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളുകളിൽ നിറയുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. കൊല്ലത്തിൻ്റെ ട്രോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടൊരു 10-40 കിലോമീറ്റർ ചുറ്റളവിൽ മലകളും പുഴകളും കടലുകളും നിറഞ്ഞതാണ് നമ്മുടെ കൊല്ലം എന്ന് പറയുന്നത്. കൊല്ലത്തിൻ്റെ പ്രത്യേകതകൾ ചുരുക്കി എന്ന് പറയാൻ പറ്റുമോ? കൊല്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ് നമ്മുടെ കൊല്ലം ടൗൺ എന്ന് പറയുമ്പോഴത്തെ ഇത് ഈ മൈതാനം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയത്തില്ല. ഇത് കേരളത്തിലെ ആദ്യത്തെ ഒരു എയർപോർട്ടാണിത്. ആദ്യമായിട്ട് വിമാനം ഇറങ്ങിയ ഒരു സ്ഥലമാണിത് ഈ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് നിന്നാലും ഒരു കടുമണി പോലെ ആളുകൾക്ക് തോന്നാറുള്ളൂ. കാരണം ഇത്രയും വലിയൊരു കലോത്സവം നടക്കാൻ ഇത് പറ്റിയൊരു സ്ഥലം ഇനി വേറൊരു ജില്ലയ്ക്കും കിട്ടില്ല. കൊല്ലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമുക്ക് ചിന്നക്കട ക്ലോക്ക് ടവറിൽ നിന്ന് തുടങ്ങാം. ക്ലോക്ക് ടവർ കണ്ടുവരുന്നവർക്ക് പിന്നെ കൊല്ലം ബീച്ചിലേക്ക് പോകാം, അഷ്ടമുടി കായലിലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തിൻ്റെ ജില്ല കൂടെയാണ്. അതെ, ശാസ്താംകോട്ട ശുദ്ധജല തടാകം. പ്രകൃതി ഒരുപാട് അനുഗ്രഹിച്ച് നൽകിയ മനോഹരമായ സ്ഥലങ്ങൾ കൊല്ലത്തുണ്ട്. തീർച്ചയായും കൊല്ലത്തിന് ഒരുപാട് ചരിത്രങ്ങളുള്ള സ്ഥലമാണ്. കലാകാരന്മാർ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊല്ലമാണ്. നാടക സമിതികൾ, നടന്മാരായാലും കേരളത്തിൽ അറിയപ്പെടുന്ന നടന്മാർ ഒരുപാട് പേര് കൊല്ലത്തുനിന്ന് പറയപ്പെടുന്നു. ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ, തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ജന്മം നൽകിയ കൊല്ലം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ആദ്യം വരുന്നത് എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ട്രോളുകളിലൂടെയാണ് കൊല്ലം അറിയപ്പെടുന്നത്. അതേ കൊല്ലത്ത് വീണ്ടും ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കൊല്ലത്ത് അങ്ങനെ ഇപ്പോൾ അടുത്ത സമയത്ത് നടന്ന ചില പ്രശ്നങ്ങൾ ഒഴിച്ച് അങ്ങനെയുള്ള എല്ലാവർക്കും കൊല്ലത്തിനെ കുറിച്ചൊരു മതിപ്പ് തന്നെയാണ്. കാരണം കൊല്ലത്ത് വരുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഉണ്ട്. കൊല്ലം കണ്ടതിന് ഇല്ല വേണ്ട, അതൊരു പഴഞ്ചൊല്ലാണ്, സത്യം തന്നെയാണ്. അതിപ്പോൾ ഇവിടെ വന്നിട്ട് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു 2 ദിവസം കൊല്ലം കറങ്ങി കാണുകയെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും. കൊല്ലത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റും? എല്ലാവരും സ്നേഹസമ്പന്നരാണ്, എല്ലാവരോടും നല്ല രീതിയിൽ. കൊല്ലക്കാർ ഭയങ്കര കുഴപ്പക്കാരാണെന്ന് പറയാനുണ്ട്? ഒരിക്കലും ഇല്ല. വടക്കൻ ജില്ലകളിലേക്ക് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ വടക്കൻ ജില്ലകളിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഉള്ള വർക്ക് ചെയ്ത കക്ഷിയാണ്. അവിടെ ചെന്നാൽ ആദ്യം പറഞ്ഞിരുന്നത്, ഇപ്പോഴൊന്നുമില്ല, ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പാണ്, അവിടെ അവിടെ സ്റ്റേറ്റുകാരെന്നാണ് നമ്മളെ കൊല്ലക്കാരെയൊക്കെ അറിയപ്പെടുന്നത്. ട്രിവാൻഡ്രം കൊല്ലക്കാരെയൊക്കെ സ്റ്റേറ്റുകാരെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു പാമ്പിനെ ഒരു സ്റ്റേറ്റുകാരനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം അടിക്കുന്നത് സ്റ്റേറ്റുകാരനെയാണ് അടിക്കുന്നത്. കൊല്ലം എന്ന് പറയില്ല, അവർ തെക്കോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റേറ്റുകാരൻ അവർക്ക് അത്രയ്ക്ക് വിഷമായിട്ടാണ് അന്ന് അവർ കണ്ടിരുന്നത്. അത് കുറേ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പുള്ളവരാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള പ്രശ്നമുണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ കലോത്സവം നടക്കുന്നത്. അതെ, ഓരോ പ്രശ്നങ്ങളും വളരെ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഭംഗിയായി ഇത് അവസാനിക്കട്ടെ. കൊല്ലം ജനത ഈ കലോത്സവത്തെ എങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്? എല്ലാവരും പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖർ രാഷ്ട്രീയം മറന്നാണ് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. എല്ലാ പാർട്ടിക്കാരും, അതിനകത്ത് രാഷ്ട്രീയമില്ല. ഓരോ മന്ത്രിയായാലും MLA ആയാലും എല്ലാവർക്കും ഓരോരോ കമ്മിറ്റികളുണ്ട്. അവരെന്നോട് ഒരുമിച്ചാണ് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും കുട്ടികളോ മാതാപിതാക്കളോ മാത്രമല്ല, കൊല്ലം ജില്ലയിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള തീർച്ചയായും എല്ലാവരും ഉണ്ട്. ഉത്സവം കൊണ്ടാണ്. അപ്പോൾ ഈ വന്നവരെല്ലാവരും ഈ കൊല്ലം കണ്ടറിഞ്ഞു പോകണമെന്നുള്ളതാണ്. ഈ പരിപാടി പങ്കെടുത്തിട്ട് കൊല്ലം കണ്ടറിഞ്ഞു പോകണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ അറബി വേഷം കൊണ്ട് ഇദ്ദേഹം എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു? അതോ ഒരു വ്യത്യസ്ത ഒരു തമാശ? ഒരു വ്യത്യസ്ത രീതി അത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് ഇതിപ്പോൾ അറബി വേഷത്തിനൂടെ വ്യത്യസ്ത നമ്മൾ മെസ്സേജ് കൊടുക്കാനൊന്നുമില്ല. പിന്നെ
ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു കാണാത്ത ഒരു വിഷമമായിരിക്കാം, ചിലവരെന്നെ കൗതുകമായിരിക്കാം, ചിലവരെന്നെ ഒറിജിനലായിട്ട് കാണുന്നുണ്ട്. പിന്നെ അത്യാവശ്യക്കാർ ഞാനും വിദേശത്തായിരുന്നു. ചേട്ടൻ്റെ പേരെന്താ ശരി? എൻ്റെ ഒഫീഷ്യൽ നെയിം അനിൽകുമാർ എന്നാണ്. എന്നെ ഇവിടെ അറിയപ്പെടുന്ന അമ്പിളി എന്നാണ്. അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് രസകരമായിട്ട് വന്ന് പലരും വന്ന് സെൽഫി എടുക്കുന്നുണ്ട്. അതൊരു സന്തോഷമാണ്. അതെ, തീർച്ചയായും. നമ്മൾ സെലിബ്രിറ്റി അല്ല, പക്ഷേ എന്നാലും നമുക്കതൊരു അനുഭൂതിയാണ്. ആളുകൾ നമ്മളെയും കാണുമ്പോൾ ഒരു അംഗീകാരം തരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കലോത്സവം കൊല്ലത്ത് നടക്കുകയാണ്. അതെ, ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും നല്ല രീതിയിൽ തന്നെ ആളുകൾ സഹകരിച്ചു പോകുന്നു. തീർച്ചയായും ഇത് വരുംകാല ഭാവിയിൽ കൊല്ലത്തിന്റെ പേരിന് ഒരു മാറ്റം ഉണ്ടാക്കുന്നു. തീർച്ചയായും ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണോ നിൽക്കുന്നത്? തീർച്ചയായും. നമ്മളറിയില്ല, ഇവിടെ എല്ലാ പരിപാടികളിലും നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. പല പല വേഷങ്ങളിൽ വരും. ഇപ്പോൾ അറബി മാത്രമല്ല, ഞാൻ ചിലപ്പോൾ സർദാറിൻ്റെ വേഷത്തിൽ വരാറുണ്ട്. വെറൈറ്റിയുടെ ആളാണ്. അത് സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ അതോ മറ്റു കൂട്ടുകാരെയൊക്കെ ചേർന്ന് ചെയ്യുന്നത്? എങ്ങനെയാണ്? സ്വന്തമായിട്ട് എവിടെയും ഒന്ന് ശ്രദ്ധിക്കപ്പെടണം, അത്രയേ ഉള്ളൂ. വെറൈറ്റി ആയിട്ട് നിൽക്കണം, ഒരു സന്തോഷം. അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ എത്തുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് സന്തോഷം പകരാൻ, അവരോടൊപ്പം കാണാൻ, മിണ്ടാൻ, അവരെ ഒന്ന് ചിരിപ്പിക്കാൻ, കുട്ടികൾക്ക് ഒരു വളരെ സന്തോഷകരമായ രീതിയിൽ സെൽഫി എടുക്കാനൊക്കെ അമ്പിളിച്ചേട്ടൻ ഒരു രസകരമായി ഒരു വേഷമാണ്. എങ്കിൽ അതിനകത്ത് ഒരു പുതുമയുണ്ട്, ആളുകളെ ആകർഷിക്കാൻ പറ്റിയ ഒരു വലിയ രസകരമായിട്ടുള്ള വേഷം. അതിനോടൊപ്പം തമാശകളും ഒക്കെ ഒപ്പിച്ചുകൊണ്ടുള്ള ഒരു മനുഷ്യനാണ്. കയ്യിലൊരു ചെറിയ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റടിക്കണം, വിയർക്കരുത്. ചെറിയ കാറ്റല്ല, നല്ല കാറ്റാണ്. അപ്പോൾ അമ്പിളിച്ചേട്ടാ, വളരെ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകട്ടെ. ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ രസകരമായ വേഷങ്ങളുമായിട്ട്, മെസ്സേജുകളുമായിട്ട് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണ് ഇത് കാണുന്ന ആളുകളോട് അവസാനമായിട്ട് പ്രേക്ഷകരോട് പറയാൻ? പ്രേക്ഷകരോട് ഇത് കാണുന്നവരിന് ഇതിപ്പോൾ എന്നാണത് വരുന്നത്? കാരണം ഈ കൊല്ലം വന്നവർ കൊല്ലം കണ്ടിട്ട് പോകണം എന്നുള്ളതാണ്. ഈ കലോത്സവം മാത്രമല്ല, കൊല്ലത്തിൻ്റെ സൗന്ദര്യം മൊത്തം മാസം 2 ദിവസം കൊല്ലം ഒരു 40 കിലോമീറ്റർ ചുറ്റി കറങ്ങുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മളെ പരവൂർ കായലുണ്ട്, നല്ല കണ്ടൽ ചെടികളൊക്കെ. പെട്ടെന്ന് കൊല്ലത്തേക്ക് വന്നാൽ പോയി കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ പറ്റിയത് കൊല്ലം ബീച്ച് തന്നെയാണ്. കൊല്ലക്കാർ നന്മയുള്ളവരാണെന്നും സ്നേഹമുള്ളവരാണെന്നും തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലേ? അതെ, തീർച്ചയായും. നല്ലവരാണല്ലോ, അങ്ങനെ പറയുന്ന വെറുതെ പറയുകയല്ലല്ലോ. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന ചൊല്ല് അനർത്ഥമാക്കുന്ന വിധമാണ് സ്കൂൾ കലോത്സവത്തിലെ ഓരോ പ്രോഗ്രാമുകളും ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണവും സ്നേഹവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്പിളിച്ചേട്ടനെ പോലെ ജനങ്ങളെ സ്നേഹിക്കുന്ന, കുട്ടികളെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യർ രസകരമായ വേഷങ്ങളും തമാശകളുമൊക്കെയായി കലോത്സവ വേദിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള നന്മകൾ തുടരട്ടെ എന്ന്, നല്ല രസകരമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.